ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. രാധാറാണിയുടെ 108 അഷ്ടോത്തര ശതനാമാവലി ഉണ്ട്. ദേവിയുടെ 108 നാമങ്ങൾ. ഈ ഓരോ നാമങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്, അതിൻ്റെ പിന്നിൽ ഓരോരോ കഥകളുമുണ്ട്. ഇന്ന് ഞാൻ ഈ അഷ്ടോത്തര ശതനാമാവലിയിൽ രാധാറാണിയുടെ ഒരു നാമത്തെക്കുറിച്ചിട്ടും ആ നാമം എന്തുകൊണ്ടാണ് രാധാറാണിക്ക് കൊടുത്തത് അതിൻ്റെ പിന്നിലുള്ള കഥയുമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. രാധാ അഷ്ടോത്തര ശതനാമാവലിയിലെ 7ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യം തന്നെ രാധാറാണിയെ പ്രാണദ്വതീയ ലളിത എന്ന് പ്രകീർത്തിക്കുന്നുണ്ട്. ലളിതാദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ, ജീവനായിരിക്കുന്നവൾ, പ്രാണനായിരിക്കുന്നവൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. രാധാറാണിയുടെ അഷ്ടസഖിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ലളിതാ സഖി. ലളിതാ സഖി അനുരാധ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം രാധാറാണിയെ എപ്പോഴും അനുഗമിക്കുന്നവൾ, സദാ കൂടെയുണ്ട്. രാധാറാണിക്ക് സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ ലീലകളിലും അനുഗമിക്കുന്നവളാണ് ലളിതാ സഖി. അതുകൊണ്ടാണ് ലളിതാ സഖിയെ അനുരാധ എന്ന് പറയുന്നത്. കൃഷ്ണനെ ലഭിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം രാധാറാണിയെ സ്നേഹിക്കുക, ആദരിക്കുക, പൂജിക്കുക എന്നുള്ളതാണല്ലോ. ഇവിടെ ലളിതാ സഖിക്കും കൃഷ്ണൻ പ്രാണനാണ്. എന്നാൽ ലളിതാ സഖി കൃഷ്ണയെക്കാളും ഒരു പടി മുകളിൽ സ്നേഹിക്കുന്നത് രാധാറാണിയെയാണ്. കാരണം ഈ രാധാറാണിയാണ് ശ്രീകൃഷ്ണന്റെ പ്രാണൻ എന്ന് പറയുന്നത്. ഭൂലോക വൃന്ദാവനം എന്ന് പറയുന്നത് ആ ഗോലോക വൃന്ദാവനത്തിന്റെ ചെറിയൊരു പതിപ്പ് തന്നെയാണ്. രാധാകൃഷ്ണന്മാർ നിത്യരാസം അരങ്ങേറുന്ന പല സ്ഥലങ്ങളും ഇന്നും വൃന്ദാവനത്തിലുണ്ട്. അന്ന് വൃന്ദാവന ലീലകൾ അരങ്ങേറുന്ന ആ സമയത്ത് കൃഷ്ണൻ ഒരിക്കൽ ലളിതാകുണ്ടിന്റെ അടുത്ത് സഖിമാരും ഒന്നിച്ച് രാധയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ രാധ നാരദമുനിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ്. നാരദമുനിക്ക് രാധാറാണി എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. കാരണം രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ടാണ് നാരദമുനിക്ക് വൃന്ദാവനത്തിലെ രാസലീലയിൽ പങ്കുചേരാൻ സാധിച്ചത്. അപ്പോൾ രാധാറാണി ഇങ്ങനെ നാരദമുനിയോട് സംസാരിച്ചുകൊണ്ട് വരുന്നത് കൃഷ്ണൻ കാണുന്നുണ്ട്. നാരദമുനി ഭഗവാനെ വന്ദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മടങ്ങിയതിനു ശേഷം കൃഷ്ണൻ രാധയോടും സഖിമാരോടുമായിട്ട് പറയാണ്, രാധികേ, നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ ദിവ്യമായിട്ടുള്ള സ്നേഹമാണ്. അത് ഈ ഭൂലോകത്തെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മെ തമ്മിൽ തെറ്റിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വൃന്ദാവനത്തിലെ പല സഖിമാരുടെ ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. അതിൽ രാധാറാണിക്കൊരു ഗ്രൂപ്പുണ്ട്, ചന്ദ്രാവലിക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഈ ചന്ദ്രാവലിയും രാധാറാണിയും കൃഷ്ണനെ ഒരുപോലെ സ്നേഹിക്കുന്ന, കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട 2 സഖിമാരാണ്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ രാധാറാണി തന്നെയാണ്. കാരണം കൃഷ്ണൻ തന്നെയാണല്ലോ രാധ. അപ്പോൾ ചന്ദ്രാവലിയുടെ ഗ്രൂപ്പ് എപ്പോഴും രാധാറാണിയും കൃഷ്ണനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കും. എന്നാൽ അതും വൃന്ദാവനത്തിലെ ഒരു ലീല തന്നെയാണ് കേട്ടോ. പക്ഷെ കൃഷ്ണൻ പറയുകയാണ് രാധാറാണിയോട്, ഇങ്ങനെ നമ്മളെ പലരും തെറ്റിക്കാൻ നോക്കും, അതിൽ ഒരാളാവാൻ ചാൻസ് ഉള്ള ഒരാളാണ് നാരദമുനി. കാരണം നാരദമുനി നല്ല കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യുന്നത്. അദ്ദേഹം നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭക്തി ഉപദേശിക്കുന്നുണ്ട്, എല്ലാവരെയും ഭഗവാനിലേക്ക് നയിക്കുന്നുണ്ട്. ഒരുപാട് ഭക്തിയുതമായ സേവനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും ചില കുഴപ്പങ്ങൾ നാരദമുനിക്കുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ പിറക്കാൻ സമയമായി, 8ാമത്തെ പുത്രൻ വധിക്കും എന്ന് പറഞ്ഞപ്പോൾ ദേവകി അമ്മയുടെ പുത്രന്മാരെ ഒന്നും കംസൻ ആദ്യം കൊന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യത്തെ കുട്ടി ജനിച്ചതിന് ശേഷം നാരദമുനിയാണ് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, 8ാമത്തെ പുത്രൻ തന്നെ വധിക്കണമെന്നില്ല, ചിലപ്പോൾ അശരീരിൽ എന്തെങ്കിലും പാകപ്പിഴ ആയിരിക്കാം, എന്തായാലും ദേവകി അമ്മയുടെ പുത്രന്മാരെ അങ്ങൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കീ തിരിക്കി വിട്ടുകൊടുത്തത് നാരദമുനിയാണ്. അതോടെ കംസന് പ്രാണഭയം വന്നു. അങ്ങനെയാണ് ദേവകി അമ്മയുടെ എല്ലാ മക്കളെയും കൊല്ലാനായിട്ട് തുനിയുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നാരദമുനിയുടെ വാക്കുകൾ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന രാധാറാണിക്ക് കൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. രാധേ, നീ നാരദമുനിയുടെ എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കരുത്. അത് ചിലപ്പോൾ നമ്മൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കാം, അത് നമ്മളെ തമ്മിൽ പിരിക്കുന്നതിന് കാരണമാകാം എന്നൊരു ഉപദേശം, ഒരു വാണിങ് കൃഷ്ണൻ കൊടുക്കുമ്പോൾ രാധാറാണി പറയുന്നുണ്ട്, അദ്ദേഹം ഏറ്റവും നല്ല ഒരു ഭക്തനാണ്. അദ്ദേഹമല്ല ആര് വിചാരിച്ചാലും രാധയുടെയും കൃഷ്ണന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇങ്ങനൊരു മറുപടിയാണ്
രാധാറാണി കൃഷ്ണന് കൊടുക്കുന്നത്. എന്നാൽ ഭഗവാൻ ഉള്ളിൽ പുഞ്ചിരി തൂകി. വരാൻ പോകുന്ന അതിസുന്ദരമായ ലീലയെക്കുറിച്ച് ഭഗവാൻ അല്ലാതെ മറ്റാർക്കാണ് ബോധ്യം ഉണ്ടാവുക? അതാണ് ആ പുഞ്ചിരിയുടെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. ഒരിക്കലും കൃഷ്ണനെ കാണാൻ നാരദമുനി ഇങ്ങനെ വരുമ്പോൾ നാരദമുനി നല്ല പാട്ട് പാടുമല്ലോ. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് കൃഷ്ണൻ അതിമനോഹരമായിട്ടുള്ള കീർത്തനങ്ങൾ ഇങ്ങനെ ആലപിച്ചു കൊടുത്തു. അപ്പം ആ പാട്ടുകൾ ഇങ്ങനെ കേട്ട് 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 കൃഷ്ണൻ ഒരുപാട് സന്തോഷമായി. ഭഗവാന്റെ മനസ്സങ്ങ് നിറഞ്ഞു. ഭക്തന്റെ ആ ഭക്തിപൂർവമായിട്ടുള്ള സ്തുതി കേട്ടിട്ട് ഭഗവാന് പരമാനന്ദായി. അപ്പോൾ ആ പരമാനന്ദത്തില് ഭഗവാൻ നാരദമുനിയോട് പറഞ്ഞു, അങ്ങയിൽ ഞാൻ വളരെ സംപ്രീതനായി. അങ്ങക്ക് എന്ത് വരാണ് വേണ്ടത്? എന്തെങ്കിലും വരം വേണമെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോളൂ, ഞാൻ ഇപ്പം തരാമെന്ന് പറയും. അപ്പം നാരദമുനി പറയും, എനിക്ക് അങ്ങനെ ഭൗതികപരമായ ഒരാഗ്രഹമില്ല. എനിക്ക് എപ്പോഴും ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പാടിയും പറഞ്ഞും ഇങ്ങനെ നടക്കണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അപ്പോൾ ഭഗവാൻ നിർബന്ധിക്കും, പറ്റില്ല, ഇത്ര സുന്ദരമായിട്ട് പാടി എന്നെ സന്തോഷിപ്പിച്ച് അങ്ങേക്ക് എന്തെങ്കിലും ഒരു വരം, എന്തെങ്കിലും അങ്ങയുടെ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നേ പറ്റുള്ളൂ, പറയൂ എന്ന് നിർബന്ധിക്കുമ്പോൾ നാരദമുനി പറയും, എന്നാലേ ഇപ്പം എനിക്കൊരാഗ്രഹമില്ല, എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഇത് ചോദിച്ചോ. അങ്ങനെ വൃന്ദാവനത്തിൽ ആ മഴക്കാലത്തിന് മുന്നോടിയായിട്ടുള്ള ഝുലൻ ലീല അരങ്ങേറാനുള്ള സമയമായി. ഝുലൻ ലീല എന്ന് പറഞ്ഞാൽ രാധയെയും കൃഷ്ണനെയും അതിമനോഹരമായിട്ട് അതിസുന്ദരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള ആ ഊഞ്ഞാലിലിരുത്തി സഖിമാരിങ്ങനെ ആട്ടും. അത് സഖിമാർക്ക് സന്തോഷമാണ്. രാധയുടെ കൃഷ്ണൻ്റെ ആ സ്നേഹം, അവരുടെ ആ ദിവ്യമായ ആ സ്നേഹം കണ്ടിട്ട് വൃന്ദാവനത്തിലെ പശു പക്ഷി മൃഗാദികൾ എല്ലാ ഗോപി ഗോപന്മാരും സന്തോഷിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു ഝുലൻ ലീല നടക്കുന്ന സമയമാകാനായി. അത് കാണാൻ നാരദമുനിയും വൃന്ദാവനത്തിലേക്ക് എത്തുകയാണ്. ഗോപി ഗോപന്മാരാണെങ്കിലോ അതിസുന്ദരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പൂക്കളും വള്ളികളും മനോഹരമായിട്ടുള്ള പൂക്കളുകൾ, അതിസുന്ദരമായിട്ട് മണം പൊഴിക്കുന്ന ആ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഊഞ്ഞാല്, അത് രാധയ്ക്കും കൃഷ്ണനും വേണ്ടി അവർ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് രാധാറാണിയാണ്. രാധാറാണി അവിടെ ബർസാനയിൽ നിന്ന് വരണം. അപ്പോൾ ബർസാനയിൽ രാധാറാണി ഇങ്ങനെ സഖിമാരിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് രാധാറാണിയെ. എത്ര സുന്ദരമായിട്ടുള്ള പൂക്കളും കിരീടവും മുത്തുമാലകളും വളകളും പാദസരമൊക്കെ നല്ല മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അങ്ങനെ രാധാറാണിയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സഖിമാർ. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്തും കുറച്ച് സഖിമാർ നിൽക്കുന്നുണ്ട്. കൃഷ്ണനെ ഇങ്ങനെ സുന്ദരനായിട്ട് അലങ്കരിച്ച് ഗോപാലകന്മാർ കൊണ്ടുവന്നു. അപ്പോൾ ഇതിനൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെ രാധയുടെ പ്രിയ സഖിയായ അനുരാധയായിട്ടുള്ള ലളിതാ സഖി അവിടെ ഉണ്ട്. ലളിതാ സഖിയാണ് എല്ലാം ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷമായിട്ട് വരുന്ന നാരദമുനി ഇങ്ങനെ എല്ലാ കണ്ണുകളും രാധാറാണിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. കൃഷ്ണൻ്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ് രാധാറാണി ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നാരദമുനി ഇങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയും, കൃഷ്ണ, കുറേ നേരം ആയല്ലോ രാധാറാണി വരുന്നില്ല, നമുക്ക് ഈ ഝുലൻ ലീല അങ്ങ് തുടങ്ങിയാലോ? അങ്ങയുടെ പ്രിയ സഖിയാണല്ലോ ഈ ലളിതാ സഖി. ആ ലളിതാ സഖി അടുത്തിരുത്തിയിട്ട് ഈ ഝുലൻ ലീല അങ്ങോട്ട് നടത്തൂ, ഞാനതൊന്ന് കാണട്ടെ കൺകുളിർക്കെ. അങ്ങേ ഇരുത്തിയിട്ട് ഈ ഗോപി ഗോപന്മാരെല്ലാം അങ്ങനെ ഊഞ്ഞാലാട്ടുന്നതും പാട്ട് പാടുന്നതും എനിക്കും ഒരു പാട്ട് പാടാൻ അങ്ങനെ തുടിക്കുകയാണ് എൻ്റെ മനസ്സ്. അങ്ങ് കയറിയിരിക്കൂ ലളിതാ സഖി, അങ്ങും കൂടി കയറിയിരിക്കൂ. എൻ്റെ ഒരു ആഗ്രഹമാണ് കൃഷ്ണ. അന്ന് എന്നോട് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഞാനിപ്പോൾ ചോദിക്കുകയാണ്. എനിക്ക് തിടുക്കണ്ട് പോകാൻ. എനിക്കാണെങ്കിലും ഇത് കാണാതെ പോകാനും വയ്യ. അങ്ങ് ദയവായി കയറിയിരിക്കൂ, എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരൂ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, എന്നാൽ ഇത് കാണാതെ പോകാനും വയ്യ. തൽക്കാലം ലളിതാ സഖിയെ ഇരുത്തിയിട്ട് ഈ ഊഞ്ഞാലാടുന്നത് ഞാനൊന്ന് കണ്ടോട്ടെ ഭഗവാനെ. എന്നാൽ ഇത് കേട്ടപ്പോൾ ലളിതാ സഖി പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. ലളിതാ സഖിയാണ് രാധയും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ്. ഇതൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾ മാത്രമാണ്. രാധയും കൃഷ്ണനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ലളിതാ സഖി. പക്ഷേ ഇങ്ങനൊരു ആഗ്രഹം അത് തനിക്ക് അത് ശരിയല്ല. രാധാറാണി ഇരിക്കേണ്ട സ്ഥലത്ത് ഞാൻ കയറി ഇരിക്കുകയോ? കൃഷ്ണനും ഇത് ഇഷ്ടാവില്ല, രാധാറാണിക്ക് ഒരിക്കലും ഇഷ്ടാവില്ല. അപ്പോൾ ലളിതാ സഖി പറഞ്ഞു, അയ്യോ പറ്റില്ല, ഞാൻ രാധാറാണി ഇരിക്കേണ്ട എൻ്റെ സ്വാമിനി ഇരിക്കേണ്ട സ്ഥലത്ത് ഞാൻ ഇരിക്കില്ല. എല്ലാ സഖിമാരും കൃഷ്ണൻ്റെ പ്രാണസഖിമാരാണ്. കൃഷ്ണനെ പ്രാണനായി സ്നേഹിക്കുന്നവരാണ്. രാധാറാണിയെ പോലെ ആകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരിക്കലും ആർക്കും രാധാറാണിയെ പോലെ ആകാനോ രാധാറാണിയുടെ സ്ഥാനം എടുക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ലളിതാ സഖിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അത് കൃഷ്ണൻ അറിഞ്ഞോ? എന്തായാലും കൃഷ്ണൻ പറഞ്ഞു, സാരില്ല,
രാധ വരാൻ ഇനിയും താമസിക്കുമെന്ന് തോന്നുന്നു. ലളിത വരൂ, നമുക്ക് ഊഞ്ഞാലാടാം. നാരദമുനി എന്നോട് ഒരാഗ്രഹം ചോദിച്ചല്ലേ, അത് സാധിച്ചു കൊടുക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ ഭയക്കുന്നുണ്ട്. കൃഷ്ണൻ അതിമനോഹരമായിട്ടുള്ളൊരു ലീല തുടങ്ങാൻ പോവാണ്. മറ്റുള്ള സഖിമാർ, കൃഷ്ണൻ ഇത് പറഞ്ഞപ്പോൾ മറ്റുള്ള സഖിമാരും പറഞ്ഞു, ലളിത കൃഷ്ണൻ തന്നെ നിന്നെ വിളിച്ചിരിക്കുകയാണ്. എന്തൊരു ഭാഗ്യാണ് ഭഗവാന്റെ അടുത്ത് ചേർന്നിരുന്ന് ഊഞ്ഞാലാടാന്ന് പറയുന്നത്. ഇരിക്ക്, ചെല്ല്, ഭഗവാൻ വിളിച്ചതല്ലേ, ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞ് എല്ലാ സഖിമാരും നിർബന്ധിച്ചു. അപ്പോൾ ലളിത സഖി ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയുകയും ചെയ്യാം. മടിച്ച് പോയിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. കൃഷ്ണൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ പിടിച്ച് ചേർത്ത് ഇരുത്താണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഊഞ്ഞാലാടാൻ തുടങ്ങി. അവിടെ മേളവും താളവും പാട്ടും നാരദമുനി അങ്ങോട്ട് സ്തുതി പാടുകയാണ്. അങ്ങനെ എല്ലാവരും മതിമറന്ന് പാടുന്നതിനിടയിൽ നാരദമുനി അങ്ങോട്ട് അപ്രത്യക്ഷനാകുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയോ? നേരെ ബർസാനയിലേക്കാണ് പോകുന്നത്. രാധാറാണി ആണെങ്കിലോ അതിസുന്ദരിയായ അണിഞ്ഞൊരുങ്ങി അങ്ങനെ ബർസാനയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നാരദമുനി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കൂടെ കുറച്ച് സഖിമാരും ഉണ്ട് രാധാറാണിയുടെ കൂടെ. അപ്പോൾ നാരദമുനി പറഞ്ഞു, രാധാറാണി, അങ്ങ് എന്താ അങ്ങോട്ട് വരാതിരുന്നത്? എന്ത് രസമായിരുന്നു കൃഷ്ണന്റെ ആ ഒരു ഝുലൻ ലീല എന്ന് പറയുന്നത്. ആ ഊഞ്ഞാലാട്ടം കണ്ട് എൻ്റെ മനസ്സ് കുളിർത്തു. അപ്പോൾ രാധാറാണിയും അടുത്തുനിന്ന സഖിമാരി ഇതെന്താ നാരദമുനി എന്താ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നോക്കുകയാണ് പരസ്പരം. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഊഞ്ഞാലാട്ടം തുടങ്ങിയെന്നോ? ഞാൻ വരാതെ എങ്ങനെയാ തുടങ്ങുന്നത്? ഞാനല്ലേ ഭഗവാന്റെ അടുത്ത് ഇരിക്കേണ്ടത്. അപ്പോൾ നാരദമുനി പറഞ്ഞു, അയ്യോ അല്ല, ഭഗവാൻ പിടിച്ച് അങ്ങയുടെ പ്രിയ സഖിയായിട്ടുള്ള അനുരാധയായിട്ടുള്ള അങ്ങയുടെ അനുരാധയായ ലളിത സഖിയുടെ കൂടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അവിടെ കൊട്ടും പാട്ടും മേളവും താളവും ഒരു രസം തന്നെയാണ് കേട്ടോ അത് കാണാൻ. എന്ത് രസമാണ് ഭഗവാനെ കാണാൻ. ഭഗവാന്റെ സന്തോഷം കണ്ടിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇത് കേൾക്കുന്നതും രാധാറാണി ആകെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. രാധാറാണിയുടെ മുഖം ആകെ ചോപ്പ് കളറായി. കൂടെ നിന്ന സഖിമാര് പറഞ്ഞു, ഈശ്വര, രാധയുടെ സ്ഥാനത്ത് കയറിയിരിക്കേ. ആ ലളിത സഖീനെ ഇരുത്തിയിട്ട് കൃഷ്ണൻ ഊഞ്ഞാലാടുകയെ. എന്താ രാധേ നമ്മൾ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിമാരും അങ്ങോട്ട് ഇടക്കി ചൂട് പിടിപ്പിച്ചു. രാധാറാണി പോട്ടങ്ങ് മായച്ചു. തലയിലിരുന്ന പൂ വലിച്ചങ്ങോട്ട് എറിഞ്ഞു. മുത്തുമാലയൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് നേരെ രാധാറാണി ഒറ്റയ്ക്ക് പോയി രാധാറാണിയുടെ ഒരു നികുഞ്ചത്തിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് ഊഞ്ഞാലാട്ടം നടക്കുന്ന സമയത്ത് കുറേ നേരമായിട്ട് രാധാറാണി വരുന്നില്ല. നാരദമുനിയെ നോക്കിയിട്ട് നാരദമുനിയെ കാണാനില്ല, പുള്ളി പോയി. അപ്പോൾ കൃഷ്ണന് ആകെ ഭയമായി. കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, രാധ വരികയാണെങ്കിൽ ചാടി ഊഞ്ഞാലിൽ നിന്ന് എണീക്കണം. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ഊഞ്ഞാലാടുന്നുണ്ട്, ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ രാധ വരുന്നുണ്ടോ ഇങ്ങനെ നോക്കിയാണ് കൃഷ്ണൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ കുറേ നേരമായിട്ട് രാധാറാണി വരുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എവിടെ രാധ എവിടെയെന്ന് പറഞ്ഞ് തിരക്കി അങ്ങനെ പോകുമ്പോൾ കുറച്ച് സഖിമാർ വന്ന് പറയും, കൃഷ്ണൻ എന്ത് പണിയാണ് കാണിച്ചത്? രാധാറാണി ഇല്ലാണ്ട് ഊഞ്ഞാലാടുക, രാധാറാണി ഇതാ പിണങ്ങി ആ നികുഞ്ചത്തിൽ പോയിരിക്കുകയാണ് എന്ന് പറയും. കൃഷ്ണൻ ഓടും, ഭഗവാൻ ഓടി ചെല്ലും. രാധാറാണി അപ്പോൾ ഇരുന്ന് തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കദംബ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് കരയാണ്. തേങ്ങി കൃഷ്ണ, എന്നാലും നീ എന്നെ കൂട്ടാണ്ട് ഊഞ്ഞാലാടിയില്ലേ കണ്ണ? എന്നെ കൂട്ടാണ്ട് ആടിയില്ലേ? എനിക്ക് എത്ര സങ്കടമായി എന്നറിയാമോ? രാധയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് കൃഷ്ണൻ വരുന്നത്. കൃഷ്ണൻ ഓടി വന്ന്, രാധേ, എൻ്റെ പ്രിയ സഖി രാധേ, പൊന്നേ, എൻ്റെ മുത്തേ, കരയല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ ഓടി വന്ന് പാദത്തിൽ അങ്ങോട്ട് വീഴും. പാദം എടുത്ത് മടിയിൽ അങ്ങോട്ട് വെക്കും. എന്നിട്ട് മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട്, എന്നോട് എന്തിനാണ് പിണക്ക്? എന്താ നീ ഊഞ്ഞാലാടുന്ന സ്ഥലത്ത് വരാത്ത? നീ എന്തിനാ കരയുന്നത്? അപ്പോൾ രാധാറാണി മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാലൊക്കെ എടുത്ത് മാറ്റിയിട്ട്, എന്നോട് സംസാരിക്കരുത്, എന്നോട് ഇനി ഒരിക്കലും ശ്യാമസുന്ദര നീ സംസാരിക്കരുത്. നിൻ്റെ ശരീരത്തിൻ്റെ നിറം പോലെ തന്നെയാണ് നിൻ്റെ മനസ്സും. നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ലളിത സഖിയുടെ കൂടെ പോയിരുന്ന ആട്, അല്ലെങ്കിൽ ഇനി വേറെ കുറേ സഖിമാരുണ്ടല്ലോ, നിൻ്റെ കൂട്ടുകാരിമാർ, ആരെങ്കിലും കൂടെ പോയിരുന്ന ആട്. ഇനി എൻ്റെ ആവശ്യം നിനക്കില്ലല്ലോ. അതുകൊണ്ട് മതി കൃഷ്ണ, മതി, പൊയ്ക്കോളൂ. ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ കൂടെ ഒരു കളിക്കുമില്ല, ഒരു ലീലയ്ക്ക് ഞാനില്ല. നീ പോയിട്ട് ലളിത സഖിയുടെ കൂടെയോ വിശാഖ സഖിയുടെ കൂടെ ഏതെങ്കിലും സഖിമാരുടെ കൂടെ പോയിരുന്നിട്ട് ഊഞ്ഞാലാടുകയോ എന്ത് വേണേലും ചെയ്തോ. ഇനി ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
കൃഷ്ണൻ വീണ്ടും ദേവിയുടെ കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, എന്നെ ഒന്നും മനസ്സിലാക്കൂ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. പക്ഷെ രാധാറാണി ഒന്നും കേൾക്കുന്നില്ല, മുഖം തിരിച്ചു കളയാണ്. വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട കൃഷ്ണ, നീ പലതും പറയും, നീ മഹാകള്ളനാണ്, നിനക്ക് വാക്ചാതുര്യമുണ്ട്, നിനക്ക് എന്തും പറയാം, പക്ഷേ ഇതെനിക്കിനി സഹിക്കാൻ സാധിക്കില്ല, ഇനി നീ ഓരോ കള്ളം പറഞ്ഞിട്ട് വരണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പോൾ കൃഷ്ണൻ പറയും, ഇതെല്ലാം സംഭവിച്ചത് നാരദമുനി കാരണമാണ്. നാരദമുനിക്ക് ഞാനൊരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സാധിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. വേണമെങ്കിൽ നാരദമുനിയോട് പോയിട്ട് ചോദിച്ചു നോക്കൂ, എന്താ സംഭവിച്ചതെന്ന് നാരദമുനി പറയും. ലളിതാ സഖിയുടെ കൂടെ ഞാനൊന്ന് ഊഞ്ഞാലാടുന്നത് കാണണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, അത് വരമായിട്ട് ഇപ്പം സാധിച്ചു തരണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ഭക്തന് വരം കൊടുത്തിട്ട് അത് സാധിപ്പിക്കേണ്ടത് എൻ്റെ കടമയല്ലേ രാധേ, ഞാനത് ചെയ്തതാണ്, നീ ഒന്ന് എന്നെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കണ്ണിൽ ഇങ്ങനെ സങ്കടം വരിക. രാധ ഒന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ വരുമ്പോൾ ഭഗവാന് ഇങ്ങനെ ശക്തി പോയ പോലെയായി. ഭഗവാന്റെ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീര് വരികയാണ്. അതുകൊണ്ട് രാധാറാണിയുടെ പാദങ്ങൾ അതിങ്ങനെ ഇറ്റിറ്റ് വീഴാണ്. രാധ ഒന്ന് പറഞ്ഞിട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് കാണുമ്പോൾ കൃഷ്ണ നാരദമുനിയെ തപ്പി ഇറങ്ങാണ്. അപ്പോൾ നാരദമുനി പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണന്റെ മുന്നിൽ വന്ന് നിൽക്കും, ചിരിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ് നാരദമുനി. കൃഷ്ണൻ പറയും, സന്തോഷമായല്ലോ, അതിമനോഹരമായിട്ട് ആസ്വദിച്ചല്ലോ ലീലകളൊക്കെ, വേഗം പോയി പറയുക അവിടെ. അപ്പം ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്, ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അങ്ങനെ നാരദമുനി നേരെ ഭഗവാന്റെ കൂടെ നികുജത്തിലെത്തും. അപ്പോൾ രാധാറാണി ഈ കൃഷ്ണൻ പറഞ്ഞതെല്ലാം ശരിയാണോ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ നാരദമുനി പറയും, ശരിയാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള അർത്ഥത്തിൽ നാരദമുനിയും തലയാട്ടി മാപ്പ് ചോദിക്കും കൈകൂപ്പിയിട്ട്. പിന്നെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി കരഞ്ഞുകൊണ്ടിരുന്ന് ദേഷ്യഭാവത്തിൽ കരയുന്ന മുഖത്ത് പെട്ടെന്ന് ചിരി വരും. രാധാറാണി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും, പൊട്ടിച്ചിരിക്കും വായ പൊത്തിയിട്ട്. അപ്പോൾ കൃഷ്ണനും സന്തോഷമാവും, കൃഷ്ണനും ചിരിക്കും. അങ്ങനെ കരച്ചിലും പിണക്കമൊക്കെ മാറി അവിടെ ചിരി വരും. എന്നിട്ട് രാധാറാണിയും കൃഷ്ണനും നാരദമുനിയും നേരെ ജുലാൻ ലീല നടക്കുന്ന സ്ഥലത്തെത്തും. അപ്പോൾ നാരദമുനി പറയും, എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്, ഈ ഭക്തൻ്റെ ഒരാഗ്രഹം കൂടി സാധിച്ചു തരണം ഭഗവാൻ. രാധയും കൃഷ്ണനെയും ഇരുത്തിയിട്ട് ഈ ഗോപികമാരെല്ലാവരും കൂടെ ഊഞ്ഞാലാടുന്നതും കൂടി കാണണം എനിക്ക്. ദേവി ദയവായിട്ട് അങ്ങ് കയറി ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് രാധയും കൃഷ്ണനെയും കൂടെ ഒരുമിച്ചിരുത്തി സഖിമാരെല്ലാവരും കൂടെ ഇങ്ങനെ ഊഞ്ഞാലാട്ടും. അപ്പോൾ അവിടെ താളും മേളും കൊട്ടും കുരവും ഈ വൃന്ദാവനത്തിലെ എല്ലാവരും പക്ഷി ലതാദികളെല്ലാം ഇത് കണ്ട് സന്തോഷിക്കും. നാരദമുനി സന്തോഷം കൊണ്ട് കണ്ണുനീര് പൊഴിക്കും. അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ടനാഥനെയും അദ്ദേഹത്തിൻ്റെ പരാശക്തിയെയും നേരിട്ട് കാണുകയാണ്. അവരുടെ ആനന്ദം അത് എല്ലാവർക്കും ഹൃദയത്തിന് ആനന്ദം നൽകുന്ന കാഴ്ച. രാധയും കൃഷ്ണനും ഒരുമിച്ച് ചേർന്നിരുന്ന് അവർ സന്തോഷിക്കുമ്പോൾ അവരെ സ്നേഹിക്കുന്ന മനസ്സുകൾ എല്ലാവരും ആനന്ദിക്കുന്നു. ആനന്ദം നാരദമുനിക്കും ലഭിച്ചു. അപ്പോൾ ലളിതാ സഖിക്കൊരു ഭയം ഉണ്ടായിരുന്നു, രാധാറാണി പിണങ്ങുമെന്ന്. പക്ഷേ ലളിതാ സഖിയെ കണ്ടപാട് രാധാറാണി ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ. ലളിതാ സഖിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് രാധാറാണി ഇങ്ങനെ പറയാണ്, നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആഗ്രഹം സാധിച്ചില്ലേ, നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് രാധാറാണി. അപ്പോൾ ശരിക്കും ഇതൊന്നും കൃഷ്ണൻ്റെ ലീലകളല്ല. ഈ ലീലകളുടെ എല്ലാത്തിൻ്റെയും മുകളിൽ പ്രവർത്തിക്കുന്നത് ലീലകളുടെ ശിരോമണിയായിട്ടുള്ള രാധാറാണി തന്നെയാണ്. തൻ്റെ പ്രിയ സഖിയായ ലളിതാ സഖിക്ക് കൃഷ്ണനോട് ചേർന്നിരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രാധാറാണിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലീലയൊക്കെ നടത്തിയത്. ഭക്തരുടെ മനസ്സറിയുന്ന അത്രയും മേഴ്സിഫുൾ കരുണാമയിയാണ് രാധാറാണി എന്ന് പറയുന്നത്. കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിപ്പിച്ചു തരാനായിട്ട് രാധാറാണിക്ക് സാധിക്കും. ഭഗവാനോട് നമുക്കുള്ള ഭക്തി എന്ന് പറയുന്നത് അത്രയും ആത്മാർത്ഥതയുള്ളതാണ്. അത്രയും നമ്മുടെ സ്നേഹം എന്ന് പറയുന്ന പ്യുവറാണ്, അത്രയും ഡിവൈനാണ്. നമ്മുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ അതെല്ലാം അതിലെല്ലാത്തിലും ഒരു സത്യസന്ധതയുണ്ട്, അതിലൊരു ആത്മാർത്ഥതയുണ്ട്, അതിനൊരു പ്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും രാധാറാണി അത് നമുക്ക് സാധിപ്പിച്ചു തരും. എല്ലാവർക്കും ഈ ലീല ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. രാധാറാണിയിലൂടെ ഭഗവാനിലേക്ക് എത്താനും ഭഗവാന്റെ സ്നേഹവും ശ്രദ്ധയും കാരുണ്യവും ലഭിക്കാനും എപ്പോഴും സന്തോഷമായിട്ട് സംതൃപ്തമായിട്ട് ജീവിക്കാനും എല്ലാ ഗോപികോപന്മാർക്കും സാധിക്കട്ടെ. സർവം ശ്രീ രാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ രാധേ.